കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ ഭാഗം 27. വിമോചന സമരത്തിന് കരുത്തു പകർന്ന ഭഗവാൻ മാക്രോണി. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം രാജ്യവ്യാപകമായി പടർന്നു പിടിച്ച അതിഭയാനകമായ ഭക്ഷ്യക്ഷാമം മലയാള ദേശത്തെയും അതിശയകരമായി ബാധിച്ചു തുടങ്ങിയ കാലത്താണ് കേരളത്തിലെ പ്രഥമ സർക്കാർ അധികാരത്തിലേറുന്നത്. ഇന്ത്യ വിഭജനത്തിന് ശേഷം പഞ്ചാബിലെയും ബംഗാളിലെയും പ്രധാന കൃഷിയിടങ്ങൾ പാകിസ്ഥാന്റെ ഭാഗമായി മാറിയതുപോലെ കേരളപ്പിറവിക്ക് ശേഷം തിരുവിതാംകൂറിന്റെ നെല്ലറയായ നാഞ്ചിനാട് തമിഴ്നാടിന്റെ ഭാഗമായി മാറി. രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ച കാലം മുതൽ ഇന്ത്യയിൽ എവിടെയുമെന്ന പോലെ കേരളത്തിലും ഭക്ഷ്യധാന്യങ്ങളുടെ പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും കള്ളക്കടത്തും സർവ്വസാധാരണമായി. കൊള്ളലാഭക്കാരിൽ നിന്ന് പാവങ്ങളെ രക്ഷിക്കാനായി പുഴുക്കലരിയും മറ്റു ഭക്ഷ്യധാന്യങ്ങളും നിശ്ചിത വിലയ്ക്ക് വാങ്ങി വളരെ മിതമായ വിലയ്ക്ക് ജനങ്ങൾക്ക് നൽകുമെന്ന് പ്രഥമ സർക്കാരിലെ ധനകാര്യമന്ത്രിയായ ശ്രീ സി അച്യുതമേനോൻ 1957 ജൂൺ 8 നിയമസഭയിൽ അവതരിപ്പിച്ച തന്റെ കന്നി ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു. തുടർന്ന് ഭക്ഷ്യധാന്യ വിതരണത്തിലെ ക്രമക്കേടുകൾ കണ്ടുപിടിക്കാൻ വിജിലൻസ് കമ്മിറ്റികൾ ഉണ്ടാക്കുകയും താലൂക്ക് തലത്തിലും ജില്ലാ അടിസ്ഥാനത്തിലും ഉപദേശക സമിതികൾ രൂപീകരിക്കുകയും ചെയ്തു. എന്നാൽ കേരളത്തിലെ ഭക്ഷ്യദൗർലഭ്യം അതിരൂക്ഷമായി തുടരുക തന്നെ ചെയ്തു. പ്രതിപക്ഷത്തെ പ്രധാന പാർട്ടിയായ കോൺഗ്രസുകാർ അവസരത്തിനൊത്തുയർന്നു. പ്രതിഷേധ സംഗമങ്ങളും പട്ടിണി ജാഥകളും സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കപ്പെട്ടു. കോൺഗ്രസിനെ പിന്തുടർന്ന് PSP അഥവാ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും ശ്രീ പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ ഒരു പട്ടിണി ജാഥ സംഘടിപ്പിച്ചു. എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും സാഹസികതയുടെ കാര്യത്തിൽ എല്ലാവരിലും മുന്നിലായിരുന്ന RSPയിലെ വിപ്ലവ സോഷ്യലിസ്റ്റുകൾ കൊല്ലം, ചവറ, കരുനാഗപ്പള്ളി പ്രദേശങ്ങളിലെ സർക്കാർ ഓഫീസുകൾ പിക്കറ്റ് ചെയ്യുകയും 1000-ലധികം വരുന്ന പ്രവർത്തകർ ജയിലഴികൾക്കുള്ളിലാവുകയും ചെയ്തു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗികമായ ആവിർഭാവത്തിന് മുൻപ്, അതായത് 1936 കണ്ണൂരിൽ നിന്നും 750 മൈൽ താണ്ടി മദ്രാസിലേക്ക് സഖാവ് AK നയിച്ച പട്ടിണി ജാഥയ്ക്ക് സമാനമായി കേരളത്തിലെ പ്രഥമ സർക്കാരിനെതിരെ കോൺഗ്രസ് നേതൃത്വം നൽകിയ പട്ടിണി ജാഥകൾ സംസ്ഥാന വ്യാപകമായി ജനരോഷത്തിന്റെ കൊടുങ്കാറ്റുയർത്തി. ഭക്ഷ്യക്കമ്മി നികത്തണമെങ്കിൽ കേന്ദ്ര സർക്കാരും മിച്ച സംസ്ഥാനങ്ങളും അകമഴിഞ്ഞ് സഹായിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രി EMSന്റെയും ഭക്ഷ്യമന്ത്രി KC ജോർജിന്റെയും സുചിന്തിതമായ നിലപാട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി നമ്പൂതിരിപ്പാടും ഭക്ഷ്യമന്ത്രി KC ജോർജും കേന്ദ്ര സർക്കാരിന്റെ വാതിലിൽ ആഞ്ഞുമുട്ടി. കേന്ദ്ര ഭക്ഷ്യ സഹമന്ത്രി മലയാളിയും സത്യക്രിസ്ത്യാനിയുമായ ശ്രീ AM തോമസ് ആയിരുന്നിട്ടും വാതിൽ തുറക്കപ്പെട്ടില്ല. എന്ന് മാത്രമല്ല, ചാക്കൊന്നിന് 10 രൂപ വീതം നഷ്ടം സഹിച്ച് 3,26,000 ടൺ അരിയും ജൂലൈ മാസത്തിൽ 3000 ടൺ അരിയും കേരളത്തിന് നൽകി. എന്നാൽ കേന്ദ്രമന്ത്രിയുടെ ഈ മഹാദാനം മലയാളിയുടെ പട്ടിണി മാറ്റാൻ പര്യാപ്തമായ ഒരു കേന്ദ്രവിഹിതമായിരുന്നില്ല. കർക്കിടക കുളിരിൽ മുങ്ങിയ കേരളത്തിലെ ഉൾനാടൻ തെരുവുകളിൽ പട്ടിണിയുടെ തോർത്തുചുറ്റിയ ദുർദേവതമാർ മാറാവ്യാധികളുടെ വിത്തെറിഞ്ഞ് അതിഭയാനകമായ ഭാവഹാവാദികളോടെ ഉറഞ്ഞു തുള്ളി. ഒരു അരി പോലും കിട്ടാനില്ല പൊന്നുകൊടുത്താലും, ഉദയാസ്തമയം പീഡിക മുന്നിൽ നിന്ന് കരഞ്ഞാലും. 1936 AKജിയുടെ പട്ടിണി ജാഥയിൽ സഖാക്കൾ പാടിയ സമരഗാനം 2 പതിറ്റാണ്ട് കഴിഞ്ഞ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ ആർത്തുപാടി. ഇതിനിടയിൽ ആഘോഷവേളകളിൽ 100-ലധികം പേർ പങ്കെടുക്കുന്ന സദ്യകൾ നിരോധിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. പട്ടിണി കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങളെ രക്ഷിക്കാൻ നിലവിലുള്ള അവരുടെ ഭക്ഷണക്രമം പരിഷ്കരിക്കണമെന്ന് ഭക്ഷ്യമന്ത്രി KC ജോർജിന് തോന്നി.
അരിയാഹാരത്തിന് പകരം മാക്രോണി എന്ന ആധുനിക പലഹാരം ശീലിക്കാൻ അദ്ദേഹം ജനങ്ങളെ ഉപദേശിച്ചു. മരച്ചീനി കൊണ്ടുണ്ടാക്കുന്ന ഒരു നവീന ഭക്ഷണ പദാർത്ഥമാണ് മാക്രോണി. 60% ഉണക്കക്കപ്പയും 30% പിണ്ണാക്കും 10% ഗോതമ്പും ചേർത്തുണ്ടാക്കുന്ന സവിശേഷമായ ആഹാരമാണ് മാക്രോണി എന്നും പാലും പഞ്ചസാരയും നെയ്യും ചേർത്താണ് ഇത് കഴിക്കേണ്ടതെന്നും മലയാള മനോരമ, ദീപിക തുടങ്ങിയ ബൂർഷ്വാ പത്രങ്ങൾ പരിഹസിച്ചു. പ്രതിപക്ഷ നേതാക്കൾ മാക്രോണിയെ പരിഹസിച്ചുകൊണ്ട് തെരുവുകൾ തോറും പ്രസംഗിക്കുകയും ബൂർഷ്വാ പത്രങ്ങളിൽ തുടർലേഖനങ്ങൾ എഴുതുകയും ചെയ്തു. ഭക്ഷ്യമന്ത്രി KC ജോർജിന്റെ പേര് തന്നെ മാക്രോണി മന്ത്രി എന്ന് പരിഷ്കരിച്ചു. ഏതായാലും ഭക്ഷ്യക്ഷാമവും മാക്രോണിയുടെ ആഗമനവും കേരളത്തിന്റെ കലാസാംസ്കാരിക ജീവിതത്തിന് കനത്ത സംഭാവനകൾ നൽകി. ആലപ്പുഴയിലെ ഒരു തൊഴിലാളിയായിരുന്ന KS രാജൻ എന്ന കാഥികൻ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ അടിമുടി ആക്ഷേപിച്ച് ഭഗവാൻ മാക്രോണി എന്നൊരു കഥാപ്രസംഗം അവതരിപ്പിച്ചുകൊണ്ട് വിമോചന സമരത്തിന് ഊർജം പകർന്നു. ചുരുങ്ങിയ കാലയളവിൽ 500-ലധികം വേദികളെ പരിഹസിച്ച് പവിത്രമാക്കിയ ഭഗവാൻ മാക്രോണി കോൺഗ്രസ് യോഗങ്ങളുടെ പ്രധാന ആകർഷണമായിരുന്നു. ഭഗവാൻ മാക്രോണിക്ക് ബദലായി കമ്മ്യൂണിസ്റ്റുകാർ ആരാണ് മാക്രോണി എന്നൊരു കഥാപ്രസംഗം അരങ്ങിലെത്തിച്ചു. അക്കാലത്ത് പ്രശസ്തനായ ഓച്ചിറ രാമചന്ദ്രനായിരുന്നു കാഥികൻ. എന്നാൽ അതുകൊണ്ടൊന്നും ഭഗവാൻ മാക്രോണിയുടെ ജൈത്രയാത്രയെ തടഞ്ഞു നിർത്താൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിഞ്ഞില്ല. ആയിടയ്ക്ക്, അതായത് 1958 മാർച്ച് 17 ആലപ്പുഴയിലെ വള്ളിക്കുന്നം എന്നൊരു ഉൾഗ്രാമ വേദിയിൽ കഥ പറഞ്ഞു മടങ്ങിയ കാഥികൻ രാജനെ മാർഗമധ്യേ ഒരുപറ്റം സഖാക്കൾ സായുധരായി ആക്രമിക്കുകയും കൈകാലുകൾ തല്ലിയൊടിച്ച് അടുത്തുള്ള പൊന്തക്കാട്ടിലേക്ക് തൊഴിച്ചെറിഞ്ഞു. 1958 ജൂലൈ 2 മാക്രോണി സംഘത്തിലെ ഗായകൻ അബൂബക്കർ ആലപ്പുഴയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു. സഖാക്കളുടെ കുത്തേറ്റ അബൂബക്കർ 7 സർക്കാർ ആശുപത്രിയിൽ കിടന്ന് മരിച്ചു. മൃത്യുവിന്റെ ഗുഹയിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട രാജൻ പിന്നീട് ഒരിക്കൽ പോലും തന്റെ കലാസബര്യ തുടർന്നില്ല. വിമോചന സമരം കഴിഞ്ഞതോടെ രാജൻ എന്ന കാഥികന്റെ കലാജീവിതത്തിന്റെ തിരശീലയും വീണു.